ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ആ മതവിശ്വാസം പുലർത്തുമ്പോൾ തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഏതെങ്കിലും ഒരു സഹോദര മതത്തിന്റെ നേരെ, ഏതെങ്കിലും ഒരു സഹോദരന്റെ നേരെ കൈവിരൽ ചൂണ്ടിയാൽ നിങ്ങളുടെ മുഖത്തേക്ക് ആ ചൂണ്ടുവിരൽ ചൂണ്ടുന്നതിന് മുൻപ് അതിന്റെ മുന്നിൽ ഞാനുണ്ടാകും. വർഗീയതയോട് സന്ധി ചെയ്യാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിരന്തരം ഉയർത്തിപ്പിടിച്ച് സ്വന്തമായ ഒരു ശൈലി സൃഷ്ടിച്ച നേതാവ് വി.ഡി. സതീശൻ. ഇതൊരു നേതാവിൻ്റെ കഥ മാത്രമല്ല, കേരളത്തിൻ്റെ ഇന്നിനെയും നാളെയും കുറിച്ച് തുടർച്ചയായി സംസാരിക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ യാത്ര. അദ്ദേഹം സഭയിൽ സംസാരിക്കുമ്പോൾ അതൊരു നേതാവിൻ്റെ വാക്കുകൾ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അധികാരത്തിന് മുന്നിലെത്തിക്കുന്ന ആ ശബ്ദത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഞാൻ ആളുകളുടെ സങ്കടം നേരിട്ട് കണ്ട് എന്റെ ഈ നിയമസഭയിലല്ലാതെ ഞാൻ എവിടെ പോയി പറയും സാർ? അത് പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും വേണ്ടേ? ഒരു വിഷയം കൊണ്ടുവന്നു. കുട്ടനാട് MLA വളരെ തെറ്റായ രീതിയിൽ ഇതിനെ സംസാരിച്ചു. 2.5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകണമെങ്കിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചോ, അത് കോൺഗ്രസുകാരുടെ നെഞ്ചത്തോട് കയറണ്ട, കോൺഗ്രസുകാരുടെ ചെലവിൽ മന്ത്രിയാകാൻ നിൽക്കണ്ട. കുറച്ചുകൂടി മര്യാദയായി, കുറച്ചുകൂടി നന്നായി അവിടുത്തെ MLA സംസാരിക്കണം. അങ്ങനെയൊന്നും ഭയപ്പെടുത്തണ്ട. ഒരു ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം സഭയിൽ കോൺഗ്രസിന്റെ മുൻ സർക്കാരുകളുടെ നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാത്തത്? പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ചുമതല ചരിത്രം പറയലല്ല, നിലവിലെ സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലാണ്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടോ? കിണിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ AK ആന്റണിയുടെ കാലത്തെയും കരുണാകരന്റെ കാലത്തെയും നെഹ്റുവിന്റെ കാലത്തെയും R ശങ്കറിന്റെ കാലത്തെയും കാര്യത്തിന് ഞങ്ങൾക്ക് കിട്ടുന്ന, പ്രതിപക്ഷത്തിന് കിട്ടുന്ന പരിമിതമായ സമയത്ത് പറയാൻ പോയാൽ പിണറായി വിജയന്റെ കാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളെ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആ കെണിയിൽ വീണില്ല. അത്രയേ ഉള്ളൂ. ഹർത്താൽ, അക്രമസമരം ഇവ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മാർഗങ്ങളല്ലെന്ന് അദ്ദേഹം തുറന്നു പറയും. ഒരു പ്രസ്ഥാനം പ്രതിഷേധിക്കുമ്പോൾ അത് ജനജീവിതം തടസ്സപ്പെടുത്താൻ പാടില്ല, പരിഹാരമായിരിക്കണം ലക്ഷ്യം. ജനാധിപത്യത്തിന്റെ മനോഹാരിത ഞാൻ കരുതുന്നത് ഡിബേറ്റുകളും ഡിസ്കോഴ്സുകളുമാണ്. നല്ല സംവാദങ്ങൾ ഉണ്ടാകണം. ഈ ലോകത്തെ എവിടെയാണ് ഈ സമരം? ഇതുപോലത്തെ ഈ കേരളത്തിൽ നടക്കുന്ന പോലെ ഈ തെറ്റായ സമരങ്ങൾ, ഈ അക്രമ സമരങ്ങൾ, ഈ ബസ് തല്ലി പൊളിച്ച് റോഡിൽ മനുഷ്യരെ നടത്താൻ പറ്റാതെ ഈ വലിയ ഏറ്റുമുട്ടലായിട്ട് എവിടെയാണ്? അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ 4.5 കൊല്ലമായിട്ട് കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താത്ത ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ നടത്തില്ല, ഹർത്താൽ നടത്തില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തിയില്ല. കേരളത്തിൽ ഹർത്താൽ നടത്താൻ പാടില്ല. കേരളം ഹർത്താലിൻ്റെയും ബന്ദിൻ്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്തപ്പേര് കാരണമാണ് കേരളത്തിലൊരു വ്യവസായവും വരാത്തത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരാത്തത്, ഒരു FDIയും വരാത്തത്. ഈ പാവം പിള്ളേർ ജർമ്മനിക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്നത്. കേരളം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളി കൂടി വരുന്ന കടബാധ്യതയാണ്. കടം എടുക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അതിനെ നിയന്ത്രിക്കുകയാണ് യഥാർത്ഥ ഉത്തരവാദിത്വം. ഭാവിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക തീരുമാനങ്ങളിൽ പാലിക്കേണ്ട സൂക്ഷ്മത എന്തായിരിക്കും? അത് എങ്ങനെ നടപ്പിലാക്കണം? അതിലേക്ക് ശ്രദ്ധ തിരിക്കാം. നമുക്കൊരു ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ വേണം. ഒരു 50% കൂടുതൽ ചിലവാക്കേണ്ടത് അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും വേണ്ടിയിട്ടാണ്. കാരണം അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് വരും. ഈ വലിയ കടബാധ്യത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെറ്റ് ലയബിലിറ്റിയാണ്. ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഓൾട്ടർനേറ്റീവാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രൈം ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ടു കളക്ട് ടാക്സ്. എന്ന് വെച്ചാൽ എല്ലാവരെയും ക്രൂശിച്ച് നികുതി പിരിക്കുക എന്നല്ല, നികുതി പിരിവ് വേണം. നികുതി പിരിവ് എന്ന് പറയുന്ന പണ്ട് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു തുമ്പി ഒരു പുഷ്പത്തിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ആയിരിക്കണം. ജനങ്ങളെ പീഡിപ്പിക്കാതെ നോയിക്കാതെ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യണം. ടാക്സിൻ്റെ എമൗണ്ട് കൂട്ടുമല്ല വേണ്ടത്, ടാക്സിൻ്റെ നെറ്റ്വർക്ക് കൂട്ടുകയാണ് വേണ്ടത്. 1000 പേര് ടാക്സ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം ഇടപെട്ടാൽ ആ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം 10,000 ആക്കാം. ഇത് വിമർശനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല.
കേരളത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വ്യക്തമായ നയങ്ങളും ദിശയും ആവശ്യമാണ്. പുതിയ സമീപനങ്ങൾ, ശക്തമായ സാമ്പത്തിക നിയന്ത്രണം, ജനകീയ വികസന കാഴ്ചപ്പാട്, പോരാട്ട വീര്യവും നയചാതുര്യവും മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവിക്ക് ആവശ്യമായ നടപടികൾ എന്തായിരിക്കണം എന്ന് VD സതീശൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു 20 കൊല്ലം മുമ്പ് ഈ കൊച്ചി നഗരത്തിൽ 100 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്നിരുന്നുവെങ്കിൽ അതിൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെ അത് ലേബർ ചാർജായിട്ട് ഈ സിറ്റിയിലും പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു, ലേബർ ചാർജായിട്ട്. ഇപ്പോൾ ഈ പറയുന്ന 40-50 കോടി പോകുന്നത് 1 കോടി രൂപ പോലും ഇവിടെ നിൽക്കുന്നില്ല, എല്ലാ അതർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അസസ് ചെയ്യാത്ത റെമിറ്റൻസിനേക്കാൾ ഇരട്ടിയോളം വരുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നടക്കുക. അത് കേരളത്തിൻ്റെ ഇക്കോണമിയുടെ അടിവേര് മാന്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫിൽ നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. ഒന്ന്, ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ, 30 തൊട്ട് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒന്ന്, ഈ ചെറുപ്പക്കാരെ കേരളത്തിൽ നിർത്തണം. കേരളത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. എനിക്ക് ആദ്യം തോന്നിയ 2 കാര്യങ്ങൾ: ഒന്ന് ഹെൽത്ത് സെക്ടർ, 2 എഡ്യൂക്കേഷൻ സെക്ടർ. ഈ ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കുക. ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിനെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി ധാരാളം ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവരിക. കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എല്ലാം അതിനുവേണ്ടി പ്രയോജനപ്പെടും. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ അറിയാതെ പോയി പഠിക്കുകയാണ്. അവരെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റണം. ഇവിടെ നിന്ന കാര്യമുണ്ട്, ഇവിടെ നിന്നാൽ നല്ല കോഴ്സ് പഠിക്കാൻ പറ്റും, ഇവിടെ നിന്നാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജോലി കിട്ടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു തോട്ട് പ്രോസസ്സ് നടക്കണം. ഞങ്ങളത് വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയാം, ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. 300 ഡോക്ടർമാരെ ആരോഗ്യരംഗത്ത് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. ഒരു വലിയ ടീം ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെൻ്റ് ഇപ്പം ഞാനിത് ആകാശത്ത് നിന്ന് അറിഞ്ഞതല്ലല്ലോ, ഒരുപാട് പേരുമായിട്ടുള്ള കൂടിയാലോചനകൾ വഴി എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. ഐ എം കോൺഫിഡൻറ്റ്, നല്ല കോൺഫിഡൻ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വേറെ ഒരിടത്തും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട, ഉറപ്പായി ചെയ്യും. ഒരു സംസ്ഥാനത്തിൻ്റെ ഭാവി ചില തീരുമാനങ്ങളിലാണ് നിൽക്കുന്നത്. ആ തീരുമാനങ്ങൾ ഇനി വാക്കുകളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, നടപ്പിലാകും. ജനങ്ങൾ വിധി പറഞ്ഞു കഴിഞ്ഞു, മാറ്റത്തിന് വഴിയും തുറന്നു കഴിഞ്ഞു. ആ ദിശയിലേക്ക് ശരിയായി മുന്നോട്ട് പോകാൻ വ്യക്തതയുള്ള ചിന്തയും ധൈര്യമുള്ള നിലപാടും ഉത്തരവാദിത്വമുള്ള നേതാവും അനിവാര്യമാണ്. VD സതീശൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞവൻ മാത്രമല്ല, അവ നടപ്പിലാക്കാൻ തയ്യാറായ ശബ്ദമാണ്. ഇപ്പോൾ കേരളം നോക്കുന്നത് ആ ശബ്ദം എവിടെ നിൽക്കുന്നു എന്നല്ല, ആ ശബ്ദം എവിടേക്ക് നയിക്കുന്നു എന്നതാണ്. കാരണം ശബ്ദം തുടരുന്നത് മാത്രം മതിയാവില്ല, അത് നയിക്കാൻ തുടങ്ങേണ്ട സമയം ഇതാണ്. മറ്റൊരു നിലപാടുമായി വീണ്ടും കാണാം. കേരള വൈബ്സ് നിങ്ങളോടൊപ്പം തുടരും. നിങ്ങൾ കണ്ടത് കേരള വൈബ്സ്.